ഹായ് ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര സ്പെഷ്യലാണ്. സോ ഐ തോട്ട് ഓഫ് കോഴ്സ് ഐ ഹാവ് ടു ടേക്ക് എ വ്ളോഗ്. ഒറ്റയ്ക്ക് ഞാൻ ട്രാവൽ ചെയ്യുവാണ്, അതും ഒരു ഡേ ഫുൾ ട്രാവലിംഗ് ആണ്. പല പല വണ്ടികൾ കയറിയാണ് നമ്മൾ സ്ഥലത്തോട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ തുടങ്ങാം. രാവിലെ ഞാൻ ഓട്ടോ പിടിച്ച് ആലുവയിലോട്ട് പോവുകയാണ്. ആലുവയിൽ നിന്ന് ഫീഡർ ബസ് പിടിച്ചിട്ട് വേണം ഇനി എനിക്ക് എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കുറേ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ഓട്ടോ ചേട്ടൻ്റെ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കയറിയപ്പോഴേ ചേട്ടൻ്റെ കഥകളൊക്കെ പറയാൻ തുടങ്ങി. അത് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്കറിയത്തില്ല, എന്നെ കാണുമ്പം സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് എനിവേ അങ്ങനെ പുള്ളിയുടെ കഥകളൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫീഡർ ബസ് കയറി. രാവിലെ ഞാനിങ്ങനെ പോകുവാണല്ലോ എന്ന് ആലോചിച്ചാണ് ഞാൻ ഈ ഇരിക്കുന്നത്. അങ്ങനെ ഫീഡർ ബസ് കയറി ഇപ്പോഴത്തെ എയർപോർട്ടിലെത്തി ചെക്ക്-ഇൻ എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പോകുന്നത് കേരള ടു ഗുജറാത്താണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഞാൻ 2 ഫ്ലൈറ്റ് പിടിച്ചാണ് പോകുന്നത്. എനിക്ക് കണക്റ്റഡ് ഫ്ലൈറ്റാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറി ഞാനിങ്ങനെ ആലോചിക്കുവാണ് ഒറ്റയ്ക്കൊക്കെ പോകുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴങ്ങ് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ സെക്കൻഡ് ഫ്ലൈറ്റ് കയറി. 2 ഫ്ലൈറ്റിലും എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. I hope you all have settled down. If not so, please do it the earliest for one-time departure. When you get back to your cruise, we are planning to cruise and flight. ഞാൻ ഇതിന് മുന്നേ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്, പക്ഷേ നല്ല ഒറ്റയ്ക്ക് പോകുന്നത് അതൊരു വേറൊരു ഫീൽ തന്നെയാണല്ലോ. അതും ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് പോകുക എന്നുള്ളത്. അപ്പം ഐ ഫീൽ സോ പ്രൗഡ്. ലൈക്ക് എന്നെ തന്നെ എൻ്റെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്ത് എല്ലാം ഓൺ പോകാനും എല്ലാം സ്വന്തമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സോ ഇറ്റ്സ് മോർ എക്സൈറ്റിങ്. എന്താ പറയുക, കുറച്ചും കൂടെ എക്സൈറ്റിംഗ് ആയിരുന്നു ഞാൻ ഈ ട്രാവലിങ്ങിൽ. ആൻഡ് ഐ എൻജോയ്ഡ് എവറി ബിറ്റ് ഓഫ് ഇറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ അഹമ്മദാബാദ് എയർപോർട്ട് എത്തി ലാൻഡ് ചെയ്തു. നല്ല വിശപ്പുണ്ട്, അപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഞാൻ KFCയിലെത്തി. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മൈക്ക് വർക്കിംഗ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് ഇരുന്നത്. ഞാൻ ജസ്റ്റ് ഈ ട്രാവലിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയുവാണ്. സോ ആ പാട്ട് നമുക്ക് കട്ട് ചെയ്യാം. കാരണം ഓൾറെഡി ഞാൻ വോയിസിലെല്ലാം പ്രീവിയസ്ലി ഞാൻ ഈ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് പറയുന്നുള്ളൂ. ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കൊടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മൈക്ക് ചതിച്ചു. അപ്പം നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ അടുത്ത KFC കയറിയിട്ട് ഫുഡ് കഴിക്കാനിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വന്ദേ ഭാരതിലാണ് ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാനുള്ളത്. അപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഊബറൊക്കെ പിടിച്ചു. ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ എത്തിയായിരുന്നു. എനിവേ ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം നിൽക്കാം. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഇവിടുത്തെ സെയിം ആയിരിക്കും. ഇത് ഫോൺ കുത്തിയിട്ടേക്കാണ്. താഴെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്. 2 സീറ്റിലും പറ്റുന്നത്. പിന്നെ നമ്മുടെ സീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ടേബിളുണ്ട്, അഡ്ജസ്റ്റബിൾ ടേബിൾ. പിന്നെ അവിടെ കണ്ടതുണ്ട്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ബോട്ടിലും അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ കാല് കംഫർട്ടബിളായിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്നാക്സ് വന്നു. ജ്യൂസ് ഉണ്ടായിരുന്നു, കാരമൽ പോപ്കോൺ ഉണ്ടായിരുന്നു, കടലമിഠായി, പിന്നെ മുറുക്ക് പോലത്തെ ഐറ്റംസ്. പിന്നെ അത് കൂടാതെ എക്സ്ട്രാ നമുക്ക് ടീയുടെ സാഷേ ഉണ്ടായിരുന്നു, ജിഞ്ചർ ടീയുടെ സാഷേ ഉണ്ടായിരുന്നു. നമുക്ക് എപ്പം ചോദിച്ചാൽ നമുക്ക് ഹോട്ട് വാട്ടർ കിട്ടും. നമുക്കത് സാഷേ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുടിക്കാം. ആൻഡ് യെസ്, സ്നാക്സ് വന്നു.
സ്നാക്സൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് വിളിച്ച് പപ്പ പറഞ്ഞു, നീ ഇരിക്കുന്നതിൻ്റെ പുറകിലായിട്ട് സ്ക്രീനിൽ വന്ദേ ഭാരത് പോകുന്നതിൻ്റെ സ്പീഡ് കാണിക്കുന്നുണ്ടെന്ന്. നോക്കിയപ്പോൾ ശരി, അതെ, വന്ദേ ഭാരതിൻ്റെ സ്പീഡ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വൈകിട്ടൊക്കെ ആറായപ്പോഴത്തേക്കും ഡിന്നർ വന്നു. ഡിന്നറിൽ ഞാൻ വെജായിരുന്നു പ്രിഫർ ചെയ്തത്. ഇത്രയും ഐറ്റംസ് എനിക്ക് കിട്ടി. റൈസ്, ദാല്, പനീർ, ചപ്പാത്തി, പിന്നെ ദഹി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടായിട്ട് ഐസ്ക്രീമും കിട്ടി. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് എവിടെ നിന്നറിയത്തില്ല കുറേ പേര് വന്നിട്ട് ഭജന തുടങ്ങി. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി, ജാംനഗർ. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ പപ്പയും എൻ്റെ ബ്രദറും കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോഴത്തേക്കും സന്തോഷമായി. പക്ഷെ എന്നാലും ട്രിപ്പ് തീർന്നല്ലോ എന്നുള്ളതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. സാരമില്ല, വീട്ടിൽ ചെന്ന് മുത്തുവിനെ കണ്ടപ്പോഴത്തേക്കും അതിലും സന്തോഷമായി. ഹാപ്പി. മുത്തു എനിക്കൊരു ഫ്ലവേഴ്സൊക്കെ തന്നു. ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ എന്നെ കാത്ത് വഴിയിലേക്ക് ഇറങ്ങി വന്നായിരുന്നു മുത്തുവും ദാദിയും. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് പോവാണ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഫ്രം ഗുജറാത്ത്. നമ്മൾ ഇന്ന് രാത്രിയിലൂടെ വന്നു. പിന്നെ എല്ലാവരും സംസാരിച്ചത് ബഹളമായിട്ട് ഞാൻ ബ്ലോഗിൻ്റെ കാര്യം മറന്നുപോയി. ഇപ്പം രാവിലെയായി. ഞാനൊരു ചായ ആയിട്ട് കുടിച്ചുകൊണ്ട് നിങ്ങളെ ഇവിടുത്തെ വീടും സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഇവിടെ ഞാൻ വന്നേക്കുന്ന റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പായുടെ സിസ്റ്ററാണ്. എൻ്റെ പപ്പായുടെ സിസ്റ്റർ യൂട്യൂബ് ചാനലുണ്ട്, ബീനാസ് കിച്ചൺ. കൊറോണ ടൈമിൽ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ടായിരുന്ന ചാനലാണ്. ഇപ്പോൾ അതിൻ്റെ ഇച്ചിരി സ്ലോ ആയിട്ടുണ്ട്, എന്നാലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം, ഡു ചെക്കൗട്ട്. ആൻഡ് ഞാൻ ഇവിടുത്തെ ആൻറ്റി ഇവിടെ ഉണ്ടല്ലോ, ഒരു കൊച്ചു കേരളം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞു വാഴയൊക്കെ വെച്ച് കുറേ പച്ച ചെടികളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ മിനി കേരളം തന്നെ വീടിൻ്റെ സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വീടിൻ്റെ ഫ്രണ്ട് പിന്നെ ചുറ്റുവട്ടമൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. സ്പെഷ്യലി ഞാനിങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ബേസിക്കലി ഗുജറാത്ത് എന്നൊക്കെ പറയുന്നത് ഒരു ഡെസേർട്ടിൻ്റെ ഒരു അടുത്തുള്ള കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള സ്ഥലമാണ്. അവിടെ ഇതുപോലൊരു ഗ്രീനറി മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ പരിപാലിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ടുള്ള പരിപാടിയാണ്. ആൻറ്റിക്ക് ഇതൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ആൻറ്റി അടിപൊളിയായിട്ട് ലൈക്ക് ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര അടിപൊളിയായിട്ട് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അതിന് വളവും വെള്ളവും എല്ലാം കൊടുത്ത് അതിനെ പരിപാലിച്ച് കൊണ്ടുവന്നാൽ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. നമുക്കറിയാമല്ലോ, എല്ലാ അപ്പോൾ അമ്മമാർക്കൊക്കെ അറിയാമായിരിക്കും വീട്ടിൽ തന്നെ ഒരു ചെടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതുപോലെ പാടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചൂടുള്ള ഏരിയയിൽ ഇങ്ങനെ ഒരു ഗ്രീനറി സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല എഫേർട്ടുള്ള പരിപാടിയാണ്. സോ റൗണ്ട് ഓഫ് അപ്ലോസ് ടു ബീനാറ്റി. ഇതാണ് താരം, ഇതാണ് നമ്മുടെ സകലകലാ വല്ലഭയായിട്ടുള്ള യൂട്യൂബ് ചാനലുള്ള ആളും ഗാർഡനിങ് ഇത്ര അടിപൊളിയായിട്ട് കൊണ്ടുവന്ന ആൾ ദേ നിൽക്കുന്നതാണ് ബീനാൻറ്റി എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ഒരു സെക്കൻഡ് മോം പോലെയാണ് ബീനാൻറ്റി. ഇവിടെ വഴിയിൽ നിൽക്ക് നോക്കുമ്പോഴറിയാം നമ്മുടെ നാട്ടിലെ പോലെ ഹെൽമെറ്റ് ഒന്നും അത്ര നെസസറി അല്ല. അതുകൊണ്ട് ആരും തന്നെ മിക്കവരും തന്നെ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ ആൻറ്റി തന്നെ നടന്ന് ആൻറ്റിയുടെ സ്ഥലങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. അതിലൂടെയാണ് ആൻറ്റി ടൈലറിങ്ങിന് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഓ ഗോഡ് ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. ഈ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടോ, ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം തോന്നും. ഞാൻ ബേസിക്കലി വെജ് പ്രിഫർ ചെയ്യുന്ന ആളാണ്. എനിക്ക് കൂടുതൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറേ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഈ വെജിറ്റബിൾസിൻ്റെ ഒരു ഇതൊക്കെ ഞാൻ കുറച്ച് പേര് നോട്ടീസ് ചെയ്യുന്ന ആളാണ്. ലുക്ക് അറ്റ് ദിസ്, ഭയങ്കര നല്ല ഫ്രഷ് ആയിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം. പിന്നെ ഇങ്ങനെയുള്ള ഡിസൈനുള്ള വാട്ടർ മെലൺ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ ഇവിടെ ഒന്നെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് ഇല്ലെങ്കിൽ ഫുൾ ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഒരിതാണ് ഡിസൈൻ. ഇങ്ങനെയുള്ളത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഫ്രൂട്ട്സും എല്ലാം നല്ല എന്താ പറയുന്നത്, നല്ല ക്വാളിറ്റിയിലുള്ള സാധനം, ഫ്രഷ് സാധനം.
കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ നൈറ്റിൽ ഞാൻ മുത്തുവിനെ കാണിച്ചിരുന്നു. മുത്തുവിൻ്റെ സ്കൂൾ വാൻ ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത് മുത്തുവിനെ. അപ്പോൾ നമുക്ക് ഫോണിലൂടെ അത് ലൈവ് ലൊക്കേഷൻ കാണാൻ പറ്റും, സ്കൂൾ വാൻ എവിടെയായെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സ്റ്റോപ്പിൽ വന്ന് നിന്നാൽ മതി. അപ്പോൾ ദേ മുത്തു വെയിറ്റ് ചെയ്യുമായിരുന്നു. മുത്തു സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടമാണ്. എന്നിട്ട് മുത്തു ദേ ഇറങ്ങുന്നു. ആൾ ഭയങ്കര ഇൻഡിപെൻഡൻറ്റ് ഗേളാണ്. എന്നെ ആരും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തന്നെ ഇറങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. ഞങ്ങൾ 3 പേരെയും വെച്ചുകൊണ്ട് ആൻറ്റി പിന്നെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ്. അത് ഈ കാണുന്ന എൻ്റെ കസിൻ സിസ്റ്ററാണ് കേട്ടോ, മാളു എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. ഞാനിങ്ങനെ ഫോൺ ഒരു കയ്യിൽ ഫോണൊക്കെ പിടിച്ച് വ്ളോഗ് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും മുത്ത് പറയുക ഫോൺ താഴെ പോകും, അങ്ങനെ ചെയ്യരുത്, പിടിക്കരുത്, മുറുക്കെ പിടിച്ച് നിന്നോ എന്നൊക്കെ പറയുവാണ്. മുത്തുവിനോട് നമ്മൾ പറയുമല്ലോ ഇങ്ങനെ കമ്പിയിലൊക്കെ പിടിച്ചിരിക്കുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ മുത്തു എന്നോട് പറയുവാണ് ഫോൺ പിടിക്കരുത്, ഫോൺ താഴെ പോകുമെന്ന്. അതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആണോ? എങ്ങനെ പോണേ? താഴോട്ട് പോവല്ലേ? ആ സോറി മുത്തു. ഓക്കെ സോറി. ഓക്കേടാ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ജസ്റ്റ് എൻ്റെ ആ ഒരു സിംഗിൾ ട്രാവൽ എനിക്ക് ഒരു വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഇത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. വേറൊരു കാര്യം, മോർ ദാൻ 2 months ആയി. എന്തെങ്കിലും വ്ളോഗ് ഇട്ടില്ലെങ്കിൽ ഞാൻ ഭയങ്കര മടി പിടിച്ചു പോകും. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്തേക്കുന്നതാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ.